JP ട്രോളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര കടമറ്റത്തിൻ്റെ പള്ളിയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മിനവേന്ന് വന്നിട്ടുള്ള മാർ സാബോ പിതാവാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. കടമറ്റം എന്ന ദേശത്ത് നിർധനായ ഉലഹന്നാൻ്റെയും ഏലിയാമ്മയുടെയും മകനായി അദ്ദേഹം ജനിച്ചു. യഥാർത്ഥ പേര് പൗലോസ് എന്നായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ അനാഥനായ അദ്ദേഹത്തെ കടമറ്റം പള്ളിയിലെ അച്ഛൻ എടുത്തു വളർത്തി. അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസം നൽകുകയും സുറിയാനി തുടങ്ങിയ ഭാഷകൾ പഠിപ്പിക്കുകയും ചെയ്തു. അഞ്ചാറ് വർഷം കൊണ്ട് ഒരു വൈദികൻ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം പഠിച്ചു. മൂത്ത കത്തനാരച്ചന് അക്കാലത്ത് നിരവധി പശുക്കളുണ്ടായിരുന്നു. അതിലൊന്ന് ഒരിക്കൽ മേയാൻ പോയ സ്ഥലത്തുനിന്ന് തിരികെ വന്നില്ല. അതിനെ അന്വേഷിക്കുന്നതിനായി കത്തനാർ കടമറ്റത്ത് അന്വേഷിച്ചെത്തുകയും അന്വേഷണത്തിനിടയിൽ മന്ത്രവാദികളായ കാട്ടുവാസികളുടെ ഇടയിൽ എത്തിച്ചേരുകയും ചെയ്തു. ആചാരങ്ങളും കുലമര്യാദകളും പാലിച്ച് ഇവിടെ തൻ്റെ കൂടെ കഴിഞ്ഞാൽ എല്ലാ മന്ത്രതന്ത്രവിദ്യകളും പഠിപ്പിച്ചു നൽകാമെന്ന് മൂപ്പൻ പറഞ്ഞു. തിരിച്ചു പോകാൻ നിർവാഹമില്ലാത്തതിനാൽ മൂപ്പൻ പറഞ്ഞതനുസരിച്ച് കത്തനാർ അവിടെ കഴിഞ്ഞു. 12 വർഷങ്ങൾക്ക് ശേഷം കാട്ടുവാസികളുടെ ഗുഹയിൽ നിന്നും രക്ഷപ്പെട്ട് കത്തനാരച്ചൻ നാട്ടിലെത്തിയെന്നാണ് വിശ്വാസം. നാട്ടിലെത്തിച്ചേർന്ന ഷമ്മാശനെ വൈകാതെ മേപ്പട്ടക്കാരെല്ലാവരും കൂടി കത്തനാർ പട്ടം കൊടുത്തു. പരിസര പ്രദേശങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രേതബാധ ഉപദ്രവങ്ങളും അപസ്മാരം തുടങ്ങി മാറാരോഗങ്ങളും ചെലവുകളൊന്നും കൂടാതെ വളരെ ലളിതമായ രീതിയിൽ മാറ്റിക്കൊടുക്കുമായിരുന്നു. അതോടെ അദ്ദേഹം വലിയ മന്ത്രവാദിയാണെന്നുള്ള പ്രസിദ്ധി നാനാദിക്കുകളിൽ വ്യാപിച്ചു. അദ്ദേഹത്തെ ജനങ്ങൾ കടമറ്റത്ത് കത്തനാരെന്നും കടമറ്റത്ത് അച്ഛനെന്നും ആദരവോടെ വിളിക്കുവാൻ തുടങ്ങി. കടമറ്റത്ത് കത്തനാരുടെ മാന്ത്രിക പ്രവർത്തനങ്ങൾക്ക് ധാരാളം പ്രത്യേകതകളുണ്ടായിരുന്നു. അദ്ദേഹം ഹോമങ്ങളോ പൂജകളോ നടത്തിയിരുന്നില്ല. ആട്, കോഴി മുതലായ ജീവികളെ ബലി കൊടുക്കുമായിരുന്നില്ല. വസ്ത്രങ്ങളോ ദ്രവ്യമോ പാരിതോഷികങ്ങളോ ആവശ്യപ്പെടുകയോ ചെയ്തിരുന്നില്ല. താനൊരു മഹാമാന്ത്രികനാണെന്ന യാതൊരു ഭാവവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അതുപോലെ ഇവിടെ നമുക്കൊരു കുന്തിരിക്കത്തിൻ്റെ മരമുണ്ട്. ഈ കാണുന്നതാണ് കുന്തിരിക്കത്തിൻ്റെ മരം. കടമറ്റത്തച്ഛൻ്റെ രണ്ടാമത്തെ പള്ളിയിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്, പോയടം പള്ളി. കടമറ്റത്തച്ഛൻ ഇവിടെ വന്നിട്ട് താന്ത്രിക വിദ്യകളും കാര്യങ്ങളും എല്ലാം പഠിച്ചെന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെയാണ് ഈ പള്ളിയിലെ ഉള്ളിലെ കാഴ്ച. ഈ കാണുന്നതാണ് മാന്ത്രിക കിണർ. ഈ കിണറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് താന്ത്രിക വിദ്യയും മാന്ത്രിക വിദ്യയും പഠിച്ചു എന്നാണ് പറയപ്പെടുന്നത്. കത്തനാരച്ചൻ കിണറിൻ്റെ ഉള്ളിലേക്ക് പോയതുകൊണ്ടാണ് പോയടം എന്ന പേര് ഈ പള്ളിക്ക് വന്നാണ് വിശ്വാസം.